ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നയനെ ചോദിക്കുകയാണ്, അനി എന്താ ഇവിടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, നന്ദു ഇന്ന് പോവുകയാണല്ലോ, അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നതെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ സീരിയസോട് കൂടി ചോദിക്കുവാണേ, നമ്മുടെ നയനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണേ, വലിയ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവേ. വണ്ടി കണ്ടു, അതുകൊണ്ടൊന്ന് കയറി നോക്കിയതാ എന്നിങ്ങനെ പറയുവേ. പിന്നെ നന്ദുവും പോവുകയാണല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അല്ല, ഇന്നത്തെ ദിവസം വലിയമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വീണ്ടും ചോദിക്കുവേ. ഇവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ വന്നതെന്നൊക്കെ പറയുവേ. അത് പിന്നെ നിൻ്റെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നതെന്ന് ഇങ്ങനെ ദേവയാനിയും പറയും കേട്ടോ. അല്ല, നീയും അനാമികയും ഏത് നേരവും യുദ്ധമാണല്ലോ, അതിന് കാരണവും ഇവളാണല്ലോ, നന്ദു. നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഇവളെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് ഇങ്ങനെ ദേവയാനി പറയുകയാണേ. പിന്നെ അത് തന്നെയല്ല, ഇവളിങ്ങോട്ട് വന്നതിന് ശേഷം നിൻ്റെ ഏട്ടന് ഉറക്കവും ഇല്ല, അറിയാലോ ആദർശിന്. അതുകൊണ്ട് പെട്ടെന്ന് അവൾ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും കൂടെ പറയും കേട്ടോ. അത് എനിക്ക് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയിലെ MD കാര്യം പറയണ്ടല്ലോ. ഇവളില്ലാതിരുന്നാൽ ടെൻഷനായിട്ട് പിന്നെ കമ്പനിയുടെ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ നോക്കണമെന്നില്ല. എന്താണേലും നീ കൊള്ളാം, ഇത്രയൊക്കെ വിലക്കിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വരാതിരുന്നില്ലല്ലോ അനി എന്നിങ്ങനെ ചോദിക്കുവേ. ഞാനെന്തിനു വല്യമ്മ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണം, എൻ്റെ 2 ഏട്ടത്തിമാരുടെ വീടല്ലേ എന്നങ്ങ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, സത്യം പറയാനേ, ഞങ്ങൾ രണ്ടുപേരും കാണാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഞാനും നന്ദുവും തമ്മിൽ ഫ്രണ്ട്സുമാണ്. പിന്നെ നല്ലൊരു കാര്യത്തിന് അവൾ പോകുമ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവേ. വരണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇവിടെ ആർക്കും നീ വരുന്നതിനോട് വലിയ ഇഷ്ടവുമല്ല. അതുപോലെ നീ ഇങ്ങോട്ടേക്ക് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനാമിക മോള് പ്രശ്നം ഉണ്ടാകത്തില്ലേ? ഒരു കുടുംബകലഹം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ കേൾക്കാത്തത്? അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവളെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നിങ്ങനെ ദേവയാനി പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ തലങ്ങും വിലങ്ങും നന്ദുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ മാറിയിട്ടുണ്ട്, ഇനി മോനാണ് മാറേണ്ടത് എന്നിങ്ങനെ പറയുവേ. ഞങ്ങൾക്കത് വലിയ മനോവിഷമത്തിന് കാരണമാകുന്നുണ്ട് മോനെ. നിങ്ങൾ പ്രായവും പക്വതയൊക്കെ എത്തിയവരല്ലേ, നിങ്ങളപ്പോൾ അറിഞ്ഞൊന്ന് പെരുമാറണ്ടേ എന്നൊക്കെ ചോദിക്കുവാണേ. നീ ഇനി വന്നതല്ലേ, നീ പെട്ടെന്ന് പൊക്കോളാൻ ഇങ്ങനെ ദേവേന്ന് പറയേ. അന്നേരത്തേക്കിനും അനി നന്ദു ഇങ്ങനെ നോക്കും കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഏതൊക്കെയാലും അനി ഇവിടം വരെ വന്നതല്ലേ, ഇനി ഒന്ന് കണ്ടോട്ടെ എന്ന് പറയും കേട്ടോ. അതൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അനിയെ ഓടിച്ചു വിടും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, മുത്തശ്ശനോട് പറയും നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അനു പറയുന്നുണ്ട്, മുത്തശ്ശനൊന്നും പറയത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല, നീ ഇവിടെ വന്ന കാര്യമല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, അത് മുത്തശ്ശൻ ഒരിക്കലും അംഗീകരിക്കത്തുമില്ല എന്നൊക്കെ പറയാം. നീ ഇവിടുന്ന് പോവാനെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞയക്കുന്നത് അങ്ങനെയാണേ. ദേ കണ്ടോ, ഞാൻ ഇവിടുന്ന് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് കണ്ടോ. അപ്പം